നമുക്ക് വേണ്ടത് പഠനങ്ങളും ഡാറ്റകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഡാറ്റകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മനസ്സമാധാനം ഏറ്റവും കുറവുള്ളത് എത്തീസ്റ്റുകൾക്കിടയിലാണ്. ഏറ്റവും കൂടുതലുള്ളത് വിശ്വാസികൾക്കിടയിലാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ആത്മഹത്യയുടെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ആത്മഹത്യ ഏറ്റവും കുറവുള്ള മുസ്ലിങ്ങൾക്കിടയിലാണ്. ഏറ്റവും കൂടുതലുള്ളത് എത്തീസ്റ്റുകൾക്കിടയിലാണ്. അപ്പൊ ഇതൊക്കെ ഈ പേഴ്സണൽ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അഫ്ഗാനിസ്ഥാനിലും പലസ്തീനിലും ഒക്കെ വിശ്വാസികളല്ലേ കൂടുതലുള്ള? അല്ല അവരുടെയൊക്കെ രാഹുൽ മാനസികമായിട്ടുള്ള രാഹുൽ നിങ്ങൾ ഒരു രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടക്ക് കയറി അല്ല, ഇടപെടരുത്. നിങ്ങൾ പറയുന്ന തെറ്റായിട്ടുള്ള ഇതായതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. അദ്ദേഹത്തിന് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ ഒരു മിനിറ്റ്. അതായത് ഈ മണ്ടൻ സാധനം ഇവര് കാണാതെ പഠിച്ചു വെച്ചതുപോലെ ഇത് കേൾക്കുമ്പോഴേക്കും, അതായത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യം പറയുമ്പോഴേക്കും അഫ്ഗാനിസ്ഥാൻ, അൽ ഖ്വയ്ദ, താലിബാൻ, ഒസാമ ബിൻ ലാദൻ എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരുതരം പ്രശ്നമാണ് സുഹൃത്തെ. നിങ്ങൾ ആദ്യം ചരിത്രം പരിശോധിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള നിങ്ങൾക്ക് പിന്നെ റിലീജിയൻ എന്നൊരു സാധനത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഈ പറഞ്ഞ രവിചന്ദ്രനെയും വി എ ജബ്ബാറിനെയും പോലുള്ള ആരിഫ് ഹുസൈനെ പോലെ മതവിരോധം മൂത്ത് ഒരുതരം ഫ്രസ്ട്രേഷൻ മൂത്ത് അവർ പറയുന്ന ഈ പരദൂഷണ വർത്തമാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബുദ്ധിപരമായി, ഹിസ്റ്റോറിക്കലായി, ഇവൻ ഈ രംഗത്ത് അക്കാദമിക്സ് എന്ത് പറയുന്നു എന്നുള്ള വിഷയമെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് അഫ്ഗാൻ ഇന്ന് ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്? അതിന് ഒരുപാട് ഹിസ്റ്റോറിക്കലായി, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസ് ഒന്നും പറയുന്നത് പ്രവാചകൻ പറഞ്ഞ ഒരു ഐഡിയോളജിയെ ഫോളോ ചെയ്തതുകൊണ്ട് അവരൊന്നും ഇങ്ങനെയായി എന്നല്ല. മറിച്ച് അവർ പറയുന്നത് എന്താണ്? ഹിസ്റ്റോറിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള റീസൺ. ആ റീസൺ പറയുന്നത് നിങ്ങൾ ഈ വെള്ള പൂശുന്നുണ്ടല്ലോ, സമാധാനം പൂത്തുലയുന്ന, ജനാധിപത്യം പൂത്തുലയുന്ന, തുല്യത പൂത്തുലയുന്ന എന്നൊക്കെ പറയുന്ന ഈ വെസ്റ്റേൺ പവേഴ്സ്, ദ US, ദ ബ്രിട്ടൻ, ദ ഫ്രാൻസ്, ഈ പറയുന്ന കൊളോണിയൽ ശക്തികൾ, ഇവൻ അഫ്ഗാന്റെ ഒക്കെ ചരിത്രം തുടങ്ങുന്നത് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. സോവിയറ്റ് റഷ്യനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സോവിയറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് തങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണത്തിൽ വരുന്ന, സ്റ്റാലിന്റെ കീഴിലെല്ലാം വിശ്വാസികളെല്ലാം കൊന്നും കൊല ചെയ്തും ഒക്കെ രംഗത്ത് വരുന്ന ആ ഒരു ഭരണകൂടമാണ്. അതായത് ഒരു എത്തീസ്റ്റ് ഭരണകൂടമാണ് ഈ പറയുന്ന സോവിയറ്റ് എന്ന് പറയുന്നത്. ആ സോവിയറ്റിന്റെ കോളനൈസേഷൻ, അവരുടെ അധിനിവേശം, ആ അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അസ്ഥിരത തുടങ്ങുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നത്തിൽ സോവിയറ്റുമായി അന്ന് ബദ്ധവൈരികളായി ഉണ്ടായിരുന്ന US ഇടപെടുന്നു. ആ US പറയുന്ന അഫ്ഗാനിന്റെ മണ്ണിൽ നിന്ന് തന്നെ തങ്ങളുടെ ശത്രുക്കളോട് എതിർക്കാൻ വേണ്ടി അഫ്ഗാനികളായിട്ടുള്ള യുവാക്കളെ ഉപയോഗിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെ എക്സ്ട്രീമിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയോളജീസ് അവിടെ ടീച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു, അവരെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ മിലിറ്ററി സപ്പോർട്ടും കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവൻ നിങ്ങൾ ഈ ഗൂഗിളും പിന്നെ ഈ പറഞ്ഞ ഇന്റർനെറ്റും ഈവൻ ChatGPT പോലുള്ള കാലല്ലേ, എന്താണ് ഓപ്പറേഷൻ സൈക്ലോൺ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ വളരെ ഹിസ്റ്റോറിക്കലായി, പൊളിറ്റിക്കലായി ഈ പറഞ്ഞ വെസ്റ്റും അമേരിക്കയും അതുപോലുള്ള നിങ്ങൾ പറയുന്ന ഈ സെക്യുലർ പൂന്തോട്ടങ്ങളും ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത്, അസമാധാനം ഉണ്ടാക്കുന്നത്, അവരെ നശിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ജനതയെ മുഴുവൻ നശിപ്പിച്ച് കുടിയേറി അവരെ കൊള്ളയടിച്ച് അവരെ ഈ പറഞ്ഞ അവസ്ഥയിൽ ആക്കിയതിനു ശേഷം മാറി നിന്നിട്ട് നിങ്ങൾ ചോദിക്കണ്, നിങ്ങൾ നോക്കൂ അവർക്കിടയിൽ എന്ത് സമാധാനം ഉള്ളത്? അവരുടെ മതം കാരണം അവര് പ്രാകൃതരായി പോയി. അവരുടെ ഇടയിൽ നിന്ന് സയന്റിസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ടോ? അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ നാസിയിലോട്ട് പോകുന്ന ബഹിരാകാശ പേടനങ്ങളിൽ ഡ്രൈവർമാരായി ഉണ്ടോ? എന്തുകൊണ്ടില്ല? കാരണം ഇവർ അപരിഷ്കൃതരാണ്. ഇവൻ റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ള ഈ നവനാസ്തികതയുടെ പ്രധാന അപ്പോസ്തലനായി പറയുന്ന വ്യക്തി പോലും പറയുന്ന ഒരു ആർഗ്യുമെന്റിന്റെ നിലവാരമില്ലായ്മയും ബോധമില്ലായ്മയാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ അൽ ജസീറ ആയിട്ടുള്ള ഒരു ഡയലോഗിനകത്തൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ജൂതന്മാർക്ക് ഉണ്ടാകുന്ന നൊബേൽ സമ്മാനം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത്? മുസ്ലിങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയിലോട്ട് എത്തിക്കുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ മതരഹിത സിദ്ധാന്തങ്ങളാണ്. അവരെ തകർത്തതിന് ശേഷം അവരെന്തുകൊണ്ട് നോബൽ പ്രൈസ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ ഒരാളെ തല്ലിക്കൊന്നതിന് ശേഷം നോക്കൂ പാവം ചത്തുപോയി എന്ന് പറയുന്നത് പോലുള്ള ഒരു വിവരക്കേടാണ്.